എനിക്ക് ഇന്നും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു സീരിയസ്നെസ് ആയിരുന്നു എന്നോ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ ഇത് എന്തോ എവിടെയോ ഇമേജ് പോലെ എൻ്റെ മൈൻഡിൽ അതെന്തോ ഒരു സ്വപ്നമായിരുന്നോ എന്ന് വരെ ചിലപ്പോൾ തോന്നാറുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് ഇപ്പോഴും അതൊരു ഇമ്പാക്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ഇൻ ടു മീ എന്ന് തന്നെ പറയാം. ഐ ഡോണ്ട് നോ, സംഹൗ ലൈഫിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡിലത്തെ പല എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് അല്ലേ, ഒരു ഹ്യൂമൻ ബീങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അവർ ഓരോരോ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനൊന്നും അങ്ങനെ കൂടുതൽ ഞാൻ ചിന്തിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പല പല സ്ഥലത്ത് ഐ ഹാവ് ബീൻ സ്ട്രോങ് സംഹൗ. പക്ഷെ അതിൽ ആ സ്ട്രോങ് നമ്മൾ കാണിച്ചാലും എവിടെയോ നമ്മുടെ മൈൻഡിലോ എവിടെയോ ഒരു പോരൽ ഉണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ചില സമയത്ത് നമ്മൾ ഈ ബോഡി നമ്മുടെ മൈൻഡ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും എന്ന് പറയില്ലേ. ഐ ഡോണ്ട് നോ വെദർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആക്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഇറ്റ്സ് കോൾഡ് ഒരു 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 ആർമർ പോലെ നമ്മുടെ മേത്ത് കവചം പോലെ ഇടും എന്നാണ് സത്യത്തിൽ, ടു പ്രൊട്ടക്റ്റ് യു. അപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് പെയിൻ, നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ സംടൈംസ് യു ഫീൽ ന്യൂട്രൽ. നമ്മൾ ഇങ്ങനെ മരവിച്ച് പോയി എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് പല സ്ഥലത്തും പല സിറ്റുവേഷനിലും എൻ്റെ ലൈഫിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മീൻസ് അപ്പോഴാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണോ? പ്രശ്നങ്ങൾ വന്ന സമയത്തും ഒക്കെ ദർ ഹാവ് ബീൻ സിറ്റുവേഷൻസ് വേർ ഭയങ്കര ഇൻറ്റൻസ് പെയിൻ ഉള്ള സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അന്ന് ഞാൻ വിചാരിക്കും ആൾക്കാർ കാണുമ്പോൾ വരും ഭയങ്കര സ്ട്രോങ് ആണ്, അവർ അത് കൈകാര്യം ചെയ്തു എന്നൊക്കെ. ബട്ട് മേ ബി നോട്ട്, യുനോ. ആ സമയത്ത് ഞാൻ കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മേ ബി കുറച്ചുകൂടെ മേ ബി അവിടെ അണ്ടർസ്റ്റുഡ്, ഓർ മേ ബി വീണ്ടും ഒരു മിസ്റ്റേക്ക് അങ്ങനെ ചെയ്യില്ലായിരുന്നോ എന്തോ. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പല സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ 20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് പോണ്ടായിരുന്നു. ഐ ഷുഡന്റ് ഹാവ്. ഞാൻ ഐ കുഡ് ഹാവ് വെയിറ്റഡ്. അമ്മയും അച്ഛനൊക്കെ കൊണ്ടുവരുന്ന ആരെങ്കിലും ഒക്കെ നമുക്ക് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അന്നൊക്കെ ചിലപ്പോൾ അന്നേ ഞാൻ ചിലപ്പോൾ അമേരിക്കയിലോ മറ്റും സെറ്റിലായി പോയെന്നെ. ഐ നെവർ നോ. ആ സമയത്ത് മേ ബി മൈ ഹോൾ ലൈഫ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പക്ഷേ എൻ്റെ ഡെസ്റ്റിനി എന്നൊന്നും ഉണ്ടല്ലോ. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും 2 ചോയ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണ് നമ്മുടെ ലൈഫിന്റെ ഒരു ഡിസിഷൻ ആയി മാറുന്നത്. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ അറിയില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു തിങ്ക് എ ലോട്ട് ബിഫോർ യു മേക്ക് ദാറ്റ് ചോയ്സ്. പിന്നെ അത് തെറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്കത് ശരിയായില്ലെങ്കിൽ ദാറ്റ് ഇസ് യുവർ ഡെസ്റ്റിനി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറ്റിപ്പോയി, ബട്ട് അറ്റ്ലീസ്റ്റ് യു വോണ്ട് ഫീൽ സോ ബാഡ് അല്ലേ. അത് ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ പിള്ളേരുടെ അടുത്തോ അല്ലെങ്കിൽ ഐ ക്യാൻ ടെൽസ്. അപ്പൊ ഞാനിങ്ങനെ പുറത്ത് പറയുമ്പോൾ ഹോപ്പ് പീപ്പിൾ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ആ സമയത്തുള്ള പ്രായത്തുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ ചിന്തിക്കൂലേ. തീർച്ചയായിട്ടും. So അതുകൊണ്ട് I just feel I can be a motivation or some inspiration for people what not to do. സ്നേഹിച്ച ആളെ വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിനെ പിരിയാന്നുള്ളത് ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മൂമെന്റ് ആണ്. ശ്രീനാഥ് സാറുമായിട്ടുള്ള ഒരു ദാമ്പത്യം അവസാനിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത്? ഞാനല്ല അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഹി വാസ് സഡൻലി ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ എനിക്ക് ശരിയാവുന്നില്ല. 12 വർഷത്തിന് ശേഷമാണ് പുള്ളി പറയുന്നത്. 12 വർഷത്തിന്റെ ഒരു നമ്മുടെ ലൈഫിന്റെയും എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടതുമാണ്. അത് സഡൻലി ഒരു ദിവസം ഹി ടെൽസ് മീ നീ എൻ്റെ കോൺസെപ്റ്റിലുള്ള വൈഫല്ല എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹൗ കം? അതാ പറഞ്ഞത്. അങ്ങനെയൊക്കെ പല സമയത്ത് ഇങ്ങനെയൊക്കെ ഡയലോഗൊക്കെ വരുമ്പോൾ ഐ ഡോണ്ട് നോ, എല്ലാം ഒരു ഫിൽമി സ്റ്റൈലായിട്ടാണ് എൻ്റെ ലൈഫ്. അതൊക്കെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഇടയിൽ കയറി ദേ ഹാഡ് ലോട്ട് ഓഫ് എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ നോക്കി. ബട്ട് ഹി കുഡന്റ്. പിന്നെ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചിട്ടും നമുക്ക് കാര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ അഗ്രി ചെയ്ത്, അങ്ങനെ അല്ലാതെ നാസ്റ്റി ആയിട്ട് പോയ ഒരു ഡൈവോഴ്സ് അല്ല. പിന്നീട് ഡിവോഴ്സിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കോ അല്ലെങ്കിൽ കാണാനുള്ള സാഹചര്യം ഇല്ല. ഞാൻ അപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഐ ലെഫ്റ്റ് മൂവീസ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ പോയി. പിന്നെ പുള്ളി ഐ തിങ്ക് ഹി ഗോട്ട് മാരിഡ്, വേറെ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആയി. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഐ ലെഫ്റ്റ് ദോസ് പ്ലേസസ്. ഇറ്റ് വാസ് ടോട്ടലി, എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴത്തേക്കും ഞാൻ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ അതിനുശേഷം പിന്നെ 96 ഞാൻ അഭിനയിച്ചു എന്ന് തോന്നുന്നു. അല്ലേ 96 വരെ. നോ, ഇറ്റ് വാസ്
96 സുഹൃതമാണ് ഞാൻ ചെയ്ത ലാസ്റ്റ് പടം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബാംഗ്ലൂരിലൊക്കെ പോയി. കാനഡയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വിവാഹം വീട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ കൊണ്ടുണ്ടായതാണ്? അങ്ങനെ പറയാനും പറ്റൂല. ദാറ്റ് വാസ് ഓൾസോ എൻ ഇഷ്യൂ. അതും ചേച്ചി കണ്ടുപിടിച്ചല്ല, ഇറ്റ് ജസ്റ്റ് കെയിം ഇൻ ടു മൈ ലൈഫ്. അപ്പൊ പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് കെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി യു അഗെയിൻ മൈ ഹാർട്ടാണ് ഇറ്റ്സ് എ പ്രോബ്ലം. മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. നമ്മൾ അനലൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വി വിൽ തിങ്ക് എ ലോട്ട്. എനിക്ക് എല്ലാമേ ഒരു ഫിൽമി സ്റ്റൈലാണ് തോന്നുന്നത്. സോ ഐ തിങ്ക് ഐ മീൻ മേ ബി ഐ വാസ് ഡെസ്റ്റിൻഡ് നോട്ട് ടു ഹാവ്. അതുകൊണ്ട് അതും 18 വർഷം. അതിലുള്ള മക്കളാണ് 2 മക്കളുള്ളത്. ഓക്കെ. അപ്പം ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മക്കളും കൂടെ ഉള്ളപ്പോൾ വലിയൊരു തീരുമാനമായിരിക്കും. നിങ്ങൾ തമ്മിൽ പിരിയാവുന്ന തീരുമാനിക്കുമ്പോൾ മക്കൾ എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞ പാവങ്ങൾ 2-3 അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ബട്ട് ദേ വെർ വാച്ചിങ്. അവർക്ക് അതാ ഒരു കുഴപ്പം. അതായത് പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അവർക്കതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ബിക്കോസ് അവർക്കും ദേ വിൽ ഹാവ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ തുടങ്ങും. അവരും വേറൊരു പാർട്ട്ണറൊക്കെ നോക്കുകയാണെങ്കിലും അവരുടെ മൈൻഡിലും ഇത് ശരിയാവോ കല്യാണം, ഇത് ആ ഒരു കൺഫ്യൂഷനൊക്കെ വരും. അതൊക്കെ പേടിയുണ്ടാവും. ബട്ട് ഞാൻ പിന്നെ അവരുടെ കൂടെ കൂടുതലും ഒരു ഫ്രണ്ട് പോലെയാണ്. അപ്പോൾ പിള്ളേർ എൻ്റെ അടുത്ത് they still have contact with their father. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് അവരായിട്ട് ഒന്നും സ്റ്റോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. they are mature enough. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആരാണ് തെറ്റ്, ആരാണിത്, എല്ലാം they are very very matured. ആ രീതിയിലൊക്കെ മനസ്സിലാക്കുന്ന പ്രായവുമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരിക്കലും ഇടപെടാറില്ല. ഞാൻ ഇൻഫാക്ട് ആസ് എ മദർ പോലും എൻ്റെ അമ്മയച്ഛനും ഒരുപാട് കാര്യത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. ദേ ഹാഡ് ഗിവൻ അസ് ദാറ്റ് ഫ്രീഡം. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക്. അപ്പൊ അതുകൊണ്ട് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്. അപ്പൊ ബോത്ത് ഓഫ് ദം ആർ വെരി മെച്ചുവേർഡ്. ഞാനൊന്നും അല്ല. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ശരിക്കും മെച്ചുവേർഡ് മോർ ദൻ മീ. അപ്പൊ അവര് എന്തെങ്കിലും എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ വിളിച്ചിട്ടാണ് ആദ്യം കാര്യം പറയുക. അപ്പൊ രണ്ടുപേരും ദേ അഡ്വൈസ് മീ. സത്യം പറഞ്ഞാല് അമ്മ റിലാക്സ് ചെയ്യേ, അമ്മ എന്തിനാ ഇത് കൂടുതൽ ചിന്തിക്കുന്നത്, യു ആർ സ്ട്രോങ് ഇനഫ് തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമാണ്. സോ അവരാണ് എൻ്റെ ഇപ്പോൾ എല്ലാം. പ്രശ്നങ്ങളിൽ കരയാതിരിക്കുക ഇന്റൻഷനലി ചെയ്യണതാണോ? അല്ല, അങ്ങനെയാണ്. അങ്ങനെ ചിലപ്പോൾ എനിക്ക് പേടി തോന്നാറുമുണ്ട്. പീപ്പിൾ മൈറ്റ് തിങ്ക് ഇതെന്താ ഇവർക്ക് ഒരു വികാരവും ഇല്ല, ഒരു ഫീലിംഗ് ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ. കാരണം ഏതെങ്കിലും മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഇല്ലെങ്കിൽ ഐ യൂസ് ടു തിങ്ക് എൻ്റെ എക്സ് ഫാദറിലൊക്കെ മരിച്ച സമയത്ത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അയ്യോ എനിക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ. സോ ആരെങ്കിലും കണ്ടാ എന്താ വിചാരിക്കുക അല്ലേ, ഇവരെന്തോ ഇങ്ങനൊരു എന്തൊരു ഇത്. പക്ഷേ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ആ സമയത്ത് ബിക്കോസ് ഐ വാസ് വെരി അറ്റാച്ച്ഡ് ടു ഹിം. അതായത് ശ്രീനാഥിന്റെ അച്ഛനായി ആ സമയത്ത് 2 എക്സ് ഫാദർ ഇൻ ലോസും എൻ്റെ വളരെ ക്ലോസ് ആയിരുന്നു. ബോത്ത് ഓഫ് ദം യൂസ് ടു ലവ് മീ അലോട്ട്. അപ്പോൾ ഫസ്റ്റ് ശ്രീനാഥിന്റെ അച്ഛൻ മരിച്ച സമയത്താണ് എനിക്ക് ഈ ഫീലിംഗ് വന്നത്. പക്ഷെ അച്ഛൻ ഭയങ്കര എനിക്ക് ഹി യൂസ് ടു ബി മൈ ബിഗ് സപ്പോർട്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അച്ഛൻ്റെ ബോഡിയൊക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ ഐ ഡോണ്ട് നോ പൊട്ടിക്കരഞ്ഞു പോയി. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.